നമ്മുടെ അടുത്ത സംസ്ഥാനമായ പഞ്ചാബിലാണ് എത്തിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ പഞ്ചാബിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ശരിക്കും പഞ്ചാബിലാണ് ഉള്ളത്. നമ്മൾ ഛത്തീസ്ഗഡിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് അമൃത്സറിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മളിപ്പം 19:04:11 എന്ന് പറഞ്ഞ ട്രെയിനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം നമുക്ക് ഇന്നലെ നമ്മൾക്ക് 357 രൂപ ആയപ്പോഴത്തേക്ക് നമുക്ക് 7 രൂപയ്ക്ക് നമുക്ക് പൈസ അത്തരം രൂപയ്ക്ക് നോക്കി ഇത് ഇങ്ങോട്ട് പോകാനായിട്ടുള്ള ടിക്കറ്റ് കിട്ടി. ഇന്നലെ രാത്രിയിലെ ഉറക്കം ഫ്രീ ആയിരുന്നു. പഞ്ചാബിൻ്റെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിലെ കാഴ്ചകളിൽ ഒന്നാണ് ഈ പാടങ്ങളും ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളും. മൊത്തം ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന ചുവന്ന് തൊടുത്ത് നിൽക്കുന്ന കൃഷിപ്പാടങ്ങൾ. ചിലർ നടന്നിട്ട് ഇങ്ങനെ മണ്ണെടുത്ത് വേറെ പണി ചെയ്യാനായിട്ട് ചെയ്തേക്കുന്നത്. ഓരോ ടൈപ്പ് ഓഫ് കൃഷികളാണ് സംഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഇനി ബാക്കി പഞ്ചാബിൻ്റെ വിശേഷങ്ങളിലേക്ക്. പഞ്ചാബിൻ്റെ ഒരു കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളാണ് ഗൈസ്. തൊട്ടപ്പുറത്ത് ഫ്ലാറ്റുകളും കാര്യങ്ങളും ഇപ്പോഴത്തെ കൃഷി സ്ഥലങ്ങളും. ഇങ്ങനെ ഉഴുതു മറിക്കുന്ന ട്രാക്ടറാണ്. ഛത്തീസ്ഗഡ് സിറ്റി എന്നത് കാണുന്നത്. ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് സിറ്റി ലൈഫാണ്. സിറ്റി ഒരു കുറേ ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്താ പറയുക, വളങ്ങളും കാര്യങ്ങളൊക്കെ. കൊള്ളാം, അടിപൊളിയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ അടുത്ത സംസ്ഥാനമായ പഞ്ചാബിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. പഞ്ചാബിലെത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ള ഛത്തീസ്ഗഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഛത്തീസ്ഗഡിലെ സെക്ടർ 1 പോകുന്നത്. അവിടെ റോക്ക് ഗാർഡനും അതുപോലെ തന്നെ സുക്ന ലേക്കും. അങ്ങനെ ഛത്തീസ്ഗഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അതൊക്കെ തന്നെയാണ് ഗൈസ്. അങ്ങനെ അപ്പം നമുക്കൊരു ചായ കുടിച്ച് അപ്പം നമുക്ക് ഛത്തീസ്ഗഡിൽ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നീണ്ട ഒരു നടത്തത്തിന് ശേഷം അടുത്ത പഞ്ചാബിലൂടെ ഉള്ള സുക്ന ലേക്ക്, ഇവിടുത്തെ ഒരു മെയിൻ ഏരിയ ആണ് സുക്ന ലേക്കും അവിടുത്തെ റോക്ക് ഗാർഡനും ഒക്കെ. ചണ്ഡീഗഡിലെ ഫേമസ് ആയിട്ടുള്ളത് ഇതും റോസ് ഗാർഡനുമാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടുത്തെ റോഡുകളൊക്കെ അത്യാവശ്യം ഇച്ചിരി അഡ്വാൻസ്ഡൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ഗുഡാണ്. എല്ലാവരും നല്ലോണം ഇതൊക്കെ ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ട്, റൂൾസും കാര്യങ്ങളൊക്കെ. നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയാൽ ലിഫ്റ്റ് കിട്ടുമെന്നല്ല നോക്കാം. ഇതെന്ന് പറയുന്നത് ഹരിയാനയുടെ രാജ്ഭവനാണത്. ഈ കാണുന്നത് ഇതിനപ്പുറത്തുള്ളത് ഹരിയാനയുടെ രാജ്ഭവനാണ്. ഈ റോഡ് എന്ന് പറയുന്നത് അത്യാവശ്യം ഫുള്ള് മെയിൻ സംഭവങ്ങൾ, ഗസ്റ്റ് ഹൗസുകൾ, കാര്യങ്ങൾ, രാജ്ഭവൻ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ള വഴികളിലുള്ളത്. നമുക്ക് നോക്കാം ബാക്കി എങ്ങനെയാണ്. ഓക്കെ, നമ്മുടെ സുക്ന ലേക്ക് എന്ന് പറയുന്നത് ആ നേരെ അങ്ങ് കാണുന്നില്ലേ, അതിൻ്റെ അവിടെയാണ്. ഇതാണ് പഞ്ചാബിൻ്റെ ഹരിയാനയുടെ രാജ്ഭവൻ. നമ്മൾ ഇവിടുത്തെ ഒരു പാർക്കിലെത്തിയിരിക്കുകയാണ്. സുക്ന ലേക്കിൻ്റെ പാർക്കാണ്. നമുക്കപ്പോൾ ഇവിടുത്തെ പാർക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. ഒത്തിരി ആൾക്കാർ നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുത്തെ സംഭവങ്ങൾ എങ്ങനെയാണെന്ന് കാര്യങ്ങളൊക്കെ. ഒരു ലേക്കിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. സുക്ന ലേക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ലേക്കാണ്. നമുക്കപ്പോൾ ഇവിടുന്ന് ഇനി ഫ്രണ്ടിലോട്ട് പോകാൻ നേരം അവിടെ ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ ഇത്രയും നേരം എന്താണ്ട് ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഈ ലേക്ക് സൈഡിൽ നിന്ന് നടത്താൻ നമ്മൾ റോക്ക് ഗാർഡൻ കാണാനായിട്ട് പോവുകയാണ്.
റോക്ക് ഗാർഡൻ ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ റോക്ക് ഗാർഡനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി നടന്നാണ് പോകുന്നത്. ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് റോക്ക് ഗാർഡൻ എത്തും. അത്യാവശ്യം അടിപൊളി ഒരു പാർക്കും കാര്യങ്ങളൊക്കെയാണ്. ഫുഡ് സ്റ്റോർ അത്യാവശ്യം വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം 120 രൂപയുള്ളൂ എനിക്ക് ഫുഡ് കഴിച്ച് ചായയും കൂടെ കുടിച്ചപ്പം. ഒത്തിരി ഇത്രയും ഒരു വലിയ സ്ഥലത്ത് അത്രയും രൂപ എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, 2 സൈഡിലും പാർക്കിങ്ങുകളും കാര്യങ്ങളുമാണ് ഉള്ളത്. ഏകദേശം ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരമുണ്ട് റോക്ക് ഗാർഡനിലേക്ക്. ഈ റൈറ്റ് സൈഡിൽ അപ്പുറത്തെ സൈഡിലെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ കണ്ട ലേക്കാണ്. ലേക്കിൻ്റെ അവിടെയാണ് നമ്മൾ മുമ്പേ ഇരുന്ന ലേക്ക് റെസ്റ്റോറൻറ്റിലാണ്. നമുക്കിവിടെ ബൈക്കുകളും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ അതിൻ്റെ സംഭവങ്ങൾ നല്ലതാണെന്ന് അറിയത്തില്ല. നോക്കാം. വേണ്ട, നമുക്ക് നടന്നു പോകാം. ഇവിടുന്ന് 1 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. 950 മീറ്ററേ ഉള്ളൂ ഇവിടുന്ന് നേരെ പോകുമ്പോൾ. അതാണ് പഞ്ചാബിൻ്റെ ഛത്തീസ്ഗഡിൻ്റെ റോഡുകൾ. ഛത്തീസ്ഗഡിൻ്റെ റോഡുകൾ അത്യാവശ്യം അടിപൊളിയാണ്. ടിക്കറ്റിൽ റോക്ക് ഗാർഡനിലേക്കുള്ള എൻട്രി എടുത്തിരിക്കുകയാണ്. 30 രൂപയാണ് ഇവിടെ ടിക്കറ്റ്. അപ്പം ഇവിടെ അകത്തോട്ട് ഇവിടെയാണ് എൻട്രി കാര്യങ്ങളൊക്കെ. റോക്ക് ഗാർഡൻ അത്യാവശ്യം പഴയ റോക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗാർഡനാണ് റോക്ക് ഗാർഡൻ. കയറി വരുന്നത് കണ്ട് ഈ ചെറിയ ഗുഹയ്ക്കകത്തോടെയാണ് കയറി വരുന്നത്. 30 രൂപ ടിക്കറ്റിനകത്ത് നമുക്കിവിടെ എന്തൊക്കെയുണ്ട് കാണാനെന്ന് പറഞ്ഞാൽ നോക്കാം. ഓരോ ശില്പങ്ങളും അതിൻ്റെയൊക്കെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. റോക്കുകൾ കൊണ്ടുള്ള ഓരോ സംഭവങ്ങൾ. പഴയ റോക്കുകൾ, പഴയ സംഭവങ്ങൾ, ഓരോ സംഭവങ്ങൾ കൊണ്ടുള്ള സാധനങ്ങൾ. നല്ല ഇത് പഴയ ലൈം സ്റ്റോണുകൾ കാര്യങ്ങളൊക്കെയാണ്. ഇത് മാർബിളുകളാണ്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കല്ലം കൊണ്ടുള്ള ഐറ്റം കൊണ്ടൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നേരെ ഇവിടെ വരുമ്പോഴത്തേക്ക് പത്മശ്രീ ലതാ നെക്ചന്ദി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഒത്തിരി സാധനങ്ങളുണ്ട്. എല്ലാം ഈ പൊട്ടിപ്പൊളിഞ്ഞ ടൈൽസൊക്കെ വെച്ച് കുറേ റോക്കുകൾ, കല്ലുകൊണ്ടുള്ള ഓരോ കുറേ ശില്പങ്ങളും കാര്യങ്ങളും. പണ്ടത്തെ മുനിമാരും അവരുടെ ഒരു ഫാമിലിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അവരുടെ ഫിഗറുകൾ കാര്യങ്ങളപ്പോൾ ദിസ് വേ ഇതില്ലേ എന്നൊരിതുണ്ട്. ഇതിലേക്കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേ പോയി നോക്കാം. അത്യാവശ്യം ഹിഡൻ ട്രഷേഴ്സിൽ കൂടെ ഒക്കെയാണ് പോകുന്നത്. നമുക്കൊരു ഫോട്ടോ ഇവിടെയാണെന്നുള്ളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ഇപ്പോൾ വെള്ളം കുറവാണ്, പക്ഷെ വെള്ളമുണ്ട്. തണുപ്പായിരിക്കും വെള്ളത്തിന്. വെളിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ വെള്ളം നമുക്ക് തൊട്ട് നോക്കാം. വെള്ളത്തിന് തണുപ്പുണ്ട്. റോക്ക് ഗാർഡൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. വാവ്, ഇവിടെ ഫോട്ടോ എടുക്കുന്ന സംഭവങ്ങൾ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫൗണ്ടൻ കാര്യങ്ങൾ. ഇതിലേക്കൂടാണ് നമുക്ക് കയറി പോകേണ്ടത്. അത്യാവശ്യം കൊള്ളാം, അടിപൊളിയാണ്. അതുകൊണ്ട് അതിലേക്ക് ഇറങ്ങി വരാൻ പറ്റും. കൊള്ളാം.
ഇവിടെ നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് പാറകളുടെ ഗുഹയുടെ ഇടയ്ക്കൂടെ ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല പാറയുടെ ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള കാര്യങ്ങളുണ്ട്. അവിടെ കൊണ്ട് കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ ചെറിയ വീടുകൾ കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്ന മണ്ണ് കൊണ്ടുള്ള വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പണ്ടത്തെ ഈ വെള്ളമൊക്കെ നല്ല തണുത്ത വെള്ളങ്ങളാണ്, കാരണം ഇത് മൊത്തം പാറയുടെ ഇടയ്ക്കൂടെ വരുന്ന വെള്ളമായതുകൊണ്ട് നല്ല തണുത്ത വെള്ളങ്ങളാണ്. നമുക്കിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഡു നോട്ട് ക്ലൈംബ് ദ വോൾസ് എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നതും ഒരു പാലം പോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഓരോ ആൾക്കാർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, നമുക്കും എടുക്കാം. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, ഫാമിലി കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുത്തൊക്കെ പോവാം. ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ മുമ്പേ വന്ന് സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെത്തും. ആ സൈഡിൽ കൂടെ മേളിലെല്ലാം പില്ലേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇങ്ങനെ അകത്ത് മൊത്തം ഗുഹ ഐറ്റം സെറ്റപ്പുകളാണ് ഫുള്ള്. നല്ല തണുപ്പുണ്ട് ഇതിനകത്ത് വരുമ്പോഴത്തേക്ക്. വാവ്, ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ഒരു ബ്യൂട്ടി കണ്ടോ, എൻ്റെ എല്ലാം മാറിയിരിക്കുകയാണ്. മറ്റൊരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം ഇങ്ങനെ സംഭവങ്ങൾ ഫുള്ള് മേളിലാണ് ചെറിയ പോട്ടുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളും. ഇതിലൊക്കെ വെള്ളം ഒഴുകുന്നതാണ്, മഴയില്ലാത്തതുകൊണ്ടായിരിക്കും വെള്ളമൊന്നും ഒഴുകാത്തത്. ഇതിലൊക്കെ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളാണ്. റോക്ക് ഗാർഡൻ അത്യാവശ്യം നമുക്ക് കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്താണ്ടോ പണ്ടത്തെ ആൾക്കാരെ ഇത് ചെയ്തിരുന്ന ജയിൽ പോലത്തെ സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കുറേ ബൊമ്മകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഈ ചെറിയ ഇതിനകത്തൂടെയാണ് പോകേണ്ടത്. ഇവർ പോകുന്ന ഈ ചെറിയ സംഭവത്തിനകത്തൂടെയാണ് പോകേണ്ടത്. തല എല്ലായിടത്തും ഇരിക്കുക നമ്മൾ നോക്കേണ്ടത് വലിയ ഇതാണ്. നമ്മളങ്ങനെ ഇതിൻ്റെ ടോപ്പിലേക്ക് എത്തുമ്പം ഇതാണ് എൻ്റെ കാഴ്ച. ഇത് മറ്റേ മാർബിൾ കൊണ്ടുള്ള സാധനങ്ങളാണ്. ഓരോന്നും ഇങ്ങനെ കലവും കാര്യങ്ങളും. അമ്മേ, എല്ലായിടത്തും ചില സ്ഥലങ്ങളിൽ വല്ലാതെ തല നമ്മൾ കുനിക്കണം, ചില സ്ഥലത്ത് തല കുഴപ്പമില്ലാതെ കുഴിക്കാനായിട്ട് സാധിക്കും. നമ്മളങ്ങനെ ഇത് ചാടി കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവങ്ങളും കാര്യങ്ങളും. ഇതാണെന്നുണ്ടെങ്കിൽ അടുത്ത ഫേസ് ആയിട്ടുള്ള ഡോൾ മ്യൂസിയമാണ് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ളത്. പിള്ളേരിങ്ങനെ അടിയിലായിട്ട് നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ സംഭവമുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഡോൾ മ്യൂസിയത്തിലേക്ക് കടക്കാൻ പറഞ്ഞു. ഇവിടെയാണെന്നുണ്ടെങ്കിലും സെയിം സംഭവങ്ങളാണ്. അങ്ങനെ നോക്കാം. നല്ല തണുപ്പുണ്ട്, കാരണം ഇത് ഫോറസ്റ്റിൻ്റെ അകത്താണ് ഇത് പണിതേക്കുന്നത്.
പണ്ടത്തെ ആയിരിക്കും. ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും. ഡോൾ മ്യൂസിയം ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മതി. ഇവിടെ വീണ്ടും ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും. ഇവിടുന്ന് ഇറങ്ങിനെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇതിനേക്കാളും വലിയൊരു വാട്ടർഫോൾ കാണാൻ സാധിക്കും. ഇവിടെ ഫുള്ള് പ്രതിമകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ വാട്ടർഫോളിൻ്റെതായിട്ട്. അപ്പോൾ നമുക്ക് ഡോൾ മ്യൂസിയത്തിലേക്ക് പോകാനായിട്ട് ഇതിലെ സ്ട്രെയിറ്റ് പോകണമെന്നാണ് പറഞ്ഞത്. ഇതിലെ സ്ട്രെയിറ്റ് നമുക്ക് പോകണം ഡോൾ മ്യൂസിയത്തിലേക്ക്. നമുക്ക് ഡോൾ മ്യൂസിയത്തിലേക്ക് പോയി നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ വഴിയൊന്നും എഴുതിയിട്ടില്ല, എങ്കിലും നമുക്ക് നേരെ അങ്ങ് പോവാം. ഡോൾ മ്യൂസിയം എവിടെയാണ്? എന്നിട്ട് നമ്മൾ ഇതിലെ തന്നെ തിരിച്ചു വരണമെന്നാണ് ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു, ആ ചേട്ടനോട് നമ്മൾ ചോദിച്ചായിരുന്നു. കണ്ടോ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ പൊട്ടുന്ന ടൈൽസൊക്കെ വെച്ച് ആർട്ട് ഫോം. ഡോൾ മ്യൂസിയത്തിലേക്കുള്ള വഴി കിട്ടിക്കാണും. അവിടെയാണ് തോന്നുന്നു. ഇവിടെ വയ്ക്കാം. भैया डोल म्यूजियम वगैरह इसका अंदर है? डोल म्यूजियम. അപ്പം ഇതിലെ അന്തറിലോട്ട് പോകണം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇതിലേക്ക് കൂടെ. ഈ കാണുന്നതാണ് ഡോൾ മ്യൂസിയവും അതുപോലെ തന്നെയുള്ള ഫിഷിൻ്റെ കാര്യങ്ങളൊക്കെ. കുറേ ഫൗണ്ടൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നാണെന്നുണ്ടെങ്കിൽ അതിനകത്താണ് ഡോൾ മ്യൂസിയം. നമുക്ക് അതിലൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിപ്പോൾ. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ കിടപ്പുണ്ട്. എത്ര നേരം എടുക്കും നടത്തില്ല, നമുക്ക് നോക്കാം. നമുക്ക് ഓരോ മീനുകളെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വാട്ടർ പാർക്കുകൾ കാര്യങ്ങളൊക്കെ, മീനുകളും കോയി, ഷാർക്ക്, മറ്റേ ഓരോ സംഭവങ്ങൾ. അടിപൊളി സാധനങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇങ്ങനെ മീനുകളൊക്കെ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇവിടെ മൊത്തം ഇങ്ങനെ കല്ലുകൊണ്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം അടിപൊളിയാണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഓസ്കാറിനെയും പിന്നെ എന്തെങ്കിൽ ഹെഡ് ഐയും സക്കറും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. റെയിൻബോ ഷാർക്കുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. മിൽക്ക് വേ കോയിയും അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള കോയി ഫിഷുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അത്യാവശ്യം ഇത്രേ ഉള്ളൂ ഈ ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് നോക്കാം. വരുമ്പോഴത്തേക്ക് ഈ ചെറിയ ഇതിനകത്തോടെയാണ് നമ്മളിനി പോകേണ്ടത്. ഇവിടെ പോകുമ്പോഴത്തേക്ക് ഇവിടെ കുറേ ടൈല് കൊണ്ടുള്ള പാവകളും കുറേ മനുഷ്യരെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാം. അത്യാവശ്യം അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ഇതുകളും കാര്യങ്ങളും മയിലുകളെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങൾ, അങ്ങനെ അത്യാവശ്യം നല്ലതുപോലെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. 30 ടിക്കറ്റിന് വെർത്താണ്.
ഇത് കുറേ നാൾക്ക് പഴക്കമുള്ള സാധനം. ഒരേ വാ വീണ്ടും ഇത് കുറേ ഉണ്ട് കേട്ടോ ഗൈസ്, ഒത്തിരി ഉണ്ട്. മറ്റൊരു ടൈപ്പ് ഓഫ് സംഭവങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള നിൽക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിപൊളിയാണ്. മുകളിലൊരു പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മേ എക്സിറ്റ് ഇത് എൻ്റെ എത്തിയിരിക്കുകയാണ്. എക്സിറ്റ് ഇതിൽ നമുക്ക് വേറെ എവിടെ പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ നമുക്ക് അങ്ങോട്ട് കയറിയ സ്ഥലത്ത് തന്നെ അങ്ങനെ നമ്മൾ വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. നേരെ ചേട്ടൻ്റെ എല്ലാം ബുക്ക് ചെയ്തു. ഈ ചേട്ടനാണ് എന്നെ കൊണ്ടുപോകുന്നത്. വിലയ്ക്ക് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 64 രൂപയാണ്. 64 രൂപയേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്. ഓട്ടോക്കാരന്മാരെല്ലാവരും 100 രൂപ 200 രൂപ പറയുന്നത്. അപ്പോൾ അത്രയും ആവശ്യമില്ല. ആപ്പിളും അവരെ ബുക്ക് ചെയ്തത് കൊണ്ടേയിരിക്കുകയാണ്. പോകുന്ന നേരം നമ്മൾ ഈ ലേക്ക്, നമ്മൾ രാവിലെ വന്ന ലേക്കിൻ്റെ അതിലേക്ക് കൂടെയാണ്. വൈകിട്ട് ലെഫ്റ്റ് എടുത്ത് പോകുന്നത്. നമ്മൾ വന്ന സമയം നല്ല സമയമാണ്. വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഭയങ്കര വെയിലാണ്. രാവിലെ നമ്മൾ ഇരുന്ന് അവർക്ക്